എണീക്കുപ്പാ. ഉപ്പനെ മോളല്ലേ വിളിക്കണ, എണീക്ക്. ഉപ്പന്റെ അപ്പനല്ലേ വിളിക്കണ, എണീക്കുപ്പാ. ഉപ്പല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഉപ്പ ഭയങ്കര വേദനയോടെയാണ് ജീവിക്കണത്. ഉപ്പല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഉപ്പാനെയും കൊണ്ടേ പോവുള്ളൂ, അല്ല ഞങ്ങൾ പോവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ഉപ്പാനെ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങളുടെ ഉപ്പ മാത്രമാണുള്ളത്. എന്റെ ഉപ്പയോട് കിടക്കുന്നത്. ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുന്നത് ഉപ്പാന്റെ ഓട്ടോറിക്ഷയിലാണ്. എന്റെ ബുക്ക് സാധനങ്ങളൊക്കെ എന്റെ ഉപ്പയാണ് മേടിച്ചിരുന്നത്. എല്ലാവരും ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫിറോസ് കുന്നംപറമ്പിലാണ്. എത്രയും പെട്ടെന്ന് ഷുക്കൂർ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവന് നിങ്ങളുടെ സഹായം വേണം. ഏറിയാൽ 1-2 ദിവസം മാത്രമാണ് ഈ മക്കൾക്ക് ഇവരുടെ ഉപ്പാനെ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ മുന്നിലുള്ള സമയം. എത്രയും പെട്ടെന്ന് കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാര് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത്രയ്ക്കും സീരിയസ് ആയിട്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയുടെ വെന്റിലേറ്ററിലാണ് ഈ പ്രിയപ്പെട്ടവനുള്ളത്. ആ 2 മക്കളുടെ കണ്ണീര് കണ്ടിട്ട്, ആ കുഞ്ഞു മക്കളുടെ യാചന കണ്ടിട്ട്, ആ മക്കളെ യത്തീമാവാതിരിക്കാൻ, അനാഥരാവാതിരിക്കാൻ, ആ ഉപ്പാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞവരെ, ഞാനിവിടെ കുമ്പത്തുംതോപ്പ് എന്ന് പറയുന്ന ഈ നാട്ടിൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ്. നമ്മുടെ പ്രിയ പള്ളിയുടെ മെമ്പറായ സഹപ്രവർത്തകനായ ഷുക്കൂർ എന്ന് പറയുന്ന ഓട്ടോ ഓട്ടിച്ച് ജീവിക്കുന്ന സാധുവായ മനുഷ്യന് നമുക്കറിയാം, കരൾ സംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ച് ഇന്ന് ഹോസ്പിറ്റലിലാണ്. വളരെയധികം വലിയൊരു തുകയാണ് അവർക്കിപ്പോൾ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സ്നേഹനിധികളായ ആളുകളും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും പ്രാർത്ഥിക്കണമെന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുരുകദാസ്, കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. എൻ്റെ വാർഡിലെ നേരിട്ടറിയാവുന്ന നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷുക്കൂർ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ചികിത്സയിലാണ്. കരൾ രോഗം ബാധിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. 40 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വളരെ പാവപ്പെട്ടതും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഫാമിലിയാണ്. അവരുടെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ എല്ലാവരും മനസ്സ് വെച്ച് ഈ ഒരു സഹായനിധിയിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ അബ്ബാസാണ്. പിന്നെ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നമ്മുടെ കൊടുവായൂർ ഉമ്മത്തൊപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ഷുക്കൂർ. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ജീവകാരുണ്യങ്ങൾക്കും മുന്നോട്ട് നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ